കൊല്ലം ജില്ലയിലെ ഏലത്തോട്ട് നിങ്ങൾ കണ്ടോ സുഹൃത്തുക്കളെ? ഉള്ള പൈനാപ്പിള് നട്ടേക്കുന്നുണ്ട് എല്ലാം ഒരു ലെവലില്. ഇത്ര നല്ല സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു അവിടെ. മറ്റേ വണ്ടിയിൽ 2 ലിറ്റർ എണ്ണ അടിച്ചോണ്ടാവുന്നേക്കുന്നത്. ആനപ്പിണ്ടാവും, ആനപ്പിണ്ടാവും. അയ്യോ, ആന കമ്പൊടിച്ചിട്ടേക്കുന്നുണ്ടാ? ഒന്നുമില്ല കേട്ടോ, കുറച്ചൊക്കെ വെള്ളം തോന്നുന്നു. സംഭവം അടിപൊളിയാ, രസമുണ്ട്. എന്റെ മോനെ അതേട്ടാ, അടിപൊളിയല്ലേ. കേറി, ഇനിയുണ്ട് വഴി. പോയിനടാ, വീട്ടിൽ പോയിനടാ. പൊളി സ്ഥലം. ആ, ഇവിടെ കൃത്യമായിട്ട് റോഡ് എവിടെ പോയെന്ന് ഒരു പിടുത്തമില്ല. നല്ല രസമുണ്ട്. അയ്യോ എന്റെ പൊന്നു, പക്ഷെ ഉരുള് പൊട്ടാനൊക്കെ സാധ്യത കൂടുതലുള്ള ഏരിയ കേട്ടോ. മലയും കാടെന്നും പറഞ്ഞ് ആനയുടെ മുമ്പിൽ ചെന്ന് ഇറങ്ങി കൊടുക്കല്ലേ. ഈ വഴി ഇനി വരല്ലേ, ആരും വരല്ലേ. റോഡ് ഭയങ്കര മോശമാണേ. പക്ഷെ ഫോണിൽ കൂടെ കാണുന്ന കണക്കല്ല, അല്ലാത്ത പൊളിയാണ് കേട്ടാ. അടുത്ത വെള്ളച്ചാട്ടം, നല്ല മനോഹരമായ വെള്ളച്ചാട്ടങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇവിടം വരെ വണ്ടി പോകത്തോളൂ കേട്ടാ. KSEB ഇവിടം വരെ വരത്തോളൂ, പക്ഷേ അല്ല KSRTC ഇവിടം വരെ വരത്തോളം തോന്നുന്നു. ദേവന്തി ലേറ്റ് ആയി നിനക്ക്? അണ്ണാനെ കൊണ്ട് എടാ, മലയണ്ണാനെ കൊണ്ട്. അട്ടയുണ്ടേ, അട്ട. ഹായ് സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ അതിമനോഹരമായ, എന്നാൽ അധികം പേരും കണ്ടിട്ടില്ലാത്ത ഒരു ഹിഡൻ സ്പോട്ട് എന്ന് തന്നെ പറയാം. കൊല്ലം ജില്ലക്കാർക്ക് വൺ ഡേ ട്രിപ്പ് പോകാൻ പറ്റിയ ഒരു അടിപൊളി യാത്രയായിരിക്കും, അതും ബൈക്കിൽ യാത്ര ചെയ്ത് പോകുന്നവർ. ഇങ്ങോട്ടേക്കുള്ള യാത്ര നിങ്ങളെ ഒരിക്കലും നിരാശപ്പെടുത്തില്ല. അതെ, കൊല്ലം ജില്ലക്കാർക്ക് അറിയാവുന്ന അമ്പനാട് എന്ന സ്ഥലത്തെക്കുറിച്ചുള്ള വീഡിയോ ആണ്. വീഡിയോ ഫുള്ളായിട്ട് കാണുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ലൊക്കേഷൻ മനസ്സിലാകുകയുള്ളൂ. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടാണ്. സെക്കൻഡ് പാർട്ട് വീഡിയോ മിസ്സാവാതെ നിങ്ങൾക്ക് കാണാനായിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ഓപ്ഷനിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് വയ്ക്കുക. എന്നാൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഞങ്ങൾ അമ്പനാട് ഹിൽസ് കയറുകയാണ്. തീരാറായി. പക്ഷെ എൻ്റെ അപ്പോ ഇതെന്തോ ഇത്രയും ഹൈറ്റ് വേണം. ഫുള്ള് പൈനാപ്പിള് നട്ടേക്കുന്നുണ്ട് എല്ലാം ഒരു ലെവലില് ക്ലിയർ ആയിട്ട് ഇട്ടേക്കുന്നു. ഇതാരാ നിൽക്കുന്നത്? സാറ് ഈ വഴി നേരെ പോയാൽ ഏലേ കൂടെ കയറി പോവും. ആ, വണ്ടി പോകാൻ സ്ഥലമുണ്ട്. പിന്നെ അല്ലാതെ പിന്നെ ഇത് എങ്ങനെ എത്ര ഇതാക്കുന്നത്? അയ്യോ, അത് ഫുള്ളോടെ നിരങ്ങി വരത്തേ ഉള്ളു. ഫുള്ളോടെ നിരങ്ങി വരത്തേ ഉള്ളു. വിലക്കും ചോദിച്ച്, കൃഷിക്കും ചോദിച്ച്, എന്നിട്ട് തന്നില്ല. തന്നിട്ട് എന്താ ചെയ്യാനാ? പൈനാപ്പിൾ അങ്ങ് കിടക്കുക. ആ, പോട്ട്. അല്ലോ, അങ്ങനെ എല്ലാവരും പറയുന്ന കൊല്ലത്തെ അമ്പനാടിൽ ഞങ്ങളും എത്തിയില്ല, എത്തിക്കൊണ്ടിരിക്കുന്നു. രസമുണ്ട് കേട്ടോ. ഇത്രയും ഞങ്ങൾ ഇത്രയും അടുത്ത് കിടന്നിട്ട് ഇതുവരെ ഇങ്ങോട്ട് വന്നിട്ടില്ല ഗൈസ്. ഇപ്പോഴാണ് സമയം കിട്ടിയത് ഗൈസ്. താഴൂടെ
കാട്ടരുവികൾ ഒഴുകി പോകുന്നുണ്ട്. അതിൽ വലിയ റബ്ബർ എസ്റ്റേറ്റുകളാണ് കൂടുതലും. ഗൈസ് ബാക്കിൽ കൂടെ ആള് വരുന്നുണ്ട് ഗൈസ്. ഏതാ ഞാൻ അന്നേരം വന്നപ്പോഴല്ലേ നമ്മളെ എരുമേലി ആ കാട്ടിക്കൂടെ വന്നപ്പോഴാ. അയ്യോ ആ വളവിൻ്റെ അത് നല്ലൊരു വീഴ്ച അതും കിട്ടിയത്. അത് മാത്രമല്ലടാ, വാഗമൺ ഇറങ്ങിയില്ലേ, വാഗമൺ ഇങ്ങനെ ഇറങ്ങി വന്നപ്പോഴത്തേക്ക് അല്ല നമ്മളാ ഇതിൽ കൂടെ ഇറങ്ങി വന്നില്ലേ, അഡ്വഞ്ചർ പാർക്കിൻ്റെ അതിലേക്കൂടെയൊക്കെ ഇറങ്ങി വന്നപ്പോഴത്തേക്ക് അവിടുന്ന് നല്ലൊരു വീഴ്ച കിട്ടിയത്. ഒന്നും പറയാൻ പറ്റാത്തൊരു വീഴ്ചയായി. അതിന്റെ ഒരു ഒരു ഫ്രണ്ടിലൊരു ഇതല്ലേ, അതുണ്ട്. 4 വർഷമായില്ലേ ഉള്ള ചീനിയെല്ലാം അടിച്ചിട്ട് ഫ്രണ്ടിലത്തെ കോണും പാളൊക്കെ വേറെ കാണും ഒരുവിധം. എന്നാലും എൻ്റെ ചെറുക്കൻ വീട്ടിലെത്തിച്ച് വാഗമണ്ണി രാത്രി വെളുക്ക് ലയങ്ങളെ കാവോ ക്ഷേത്രോ എന്തോന്നറിയില്ല. ഇവിടെ തമിഴിലെ ആൾക്കാർ ഇവിടെ ഒരുപാട് താമസമുണ്ട്. അപ്പം ഇതെല്ലാം ലയങ്ങളായിട്ടാ. തേയില ഉണക്കുന്ന സ്ഥലം. അത് തന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാർ കുടിയേറി പാർട്ടിയാണെന്ന് തോന്നുന്നു. അതാ ഇനി ജോലിക്ക് വന്നിട്ട് ഇവിടെ തന്നെ കൂടുകയായിരിക്കും അല്ലേ ഇവരൊക്കെ. ഉയരം കൂടും തോറും തണുപ്പും കൂടിക്കൂടി വരുന്നുണ്ടേ. ഹൈറേഞ്ചാണോ എല്ലാം കയറി പോവാന്നോ? റബ്ബറും തോട്ടങ്ങളും കാടുകളും എവിടെ ചെല്ലും ഒന്നും ഒരു പിടുത്തവും ഇല്ല. ജീപ്പിലല്ലേ? മറ്റേ വണ്ടിയിൽ 2 ലിറ്റർ എണ്ണ അടിച്ചുണ്ടാവുന്നേക്കുന്നത്. അത് ഏത് നിമിഷവും ചുമന്നുണ്ട് പോട്ടെ. അതൊന്നും പറയണ്ട, ഏതാണെന്ന് പറയാൻ പറ്റില്ല. ഇത് 50-50 ചാൻസിലാണ് ഈ വണ്ടി കയറി പോകുന്നത്. ഒന്നും പറയാൻ പറ്റത്തില്ല, ഒന്നും പറയണ്ട. ഹാരിസം മലയാളം ലിമിറ്റഡ് ഇത്രയും വലിയതാ. തേയില തേയിലക്കാട് കണ്ടുമുട്ടി. പക്ഷെ അത് വീഡിയോയിൽ കിട്ടിയില്ല, പകർത്താൻ പറ്റിയില്ല. അത് പോയിരിക്കുകയാണ്. ആന ഇറങ്ങുന്ന സ്ഥലങ്ങളാണ്, ആന ഇറങ്ങുന്ന സ്ഥലങ്ങളാണ്. നല്ല ബൈക്കിലേ വരാവൂ, ഇല്ലെങ്കിൽ പണി കിട്ടും. ഇവിടെ കോൺക്രീറ്റ് കാട്ടരുവി.
കൊല്ലം ജില്ലയിലും തേയിലക്കാടുകൾ, തേയിലത്തോട്ടങ്ങൾ. തേയിലക്കാടല്ല, തേയിലത്തോട്ടങ്ങൾ. ഇത് കൊല്ലം ജില്ലയിലെ തേയിലത്തോട്ടം. പിന്നെ ഗ്രാമ്പു ഇല്ലേ, മറ്റുള്ള ഗത പോലെ ഇരിക്കുന്ന സാധനം. ആ സാധനം ഇവിടെ മറ്റേ ബിരിയാണിയിലേക്ക് മറ്റേ മസാലക്കൂട്ടിലൊക്കെ ഇടുന്നത്. ഉൾക്കാടുകളിലൂടെയാണ് ഞങ്ങൾ കയറി പൊക്കിക്കൊണ്ടിരിക്കുന്നത്. നല്ല അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. കയറിഞ്ഞില്ല, അയ്യോ ഇതിനകത്ത് അടിയിലോട്ടുണ്ട്. ഇതേ വാഗമൺ പിന്നെ പൊന്മുടി പോകുന്ന നേരത്ത് ഇതേ കണക്കത്തെ റോഡില്ലേ, ഇവിടെ നല്ലതാണ്. അതേ ഒരു ഫീൽ തന്നെ. ഘോരവനം മോനിട്ടോട്ട് ഓടിക്കൊള്ളാം. ഞാൻ ഇറങ്ങി ഈ സ്ഥലത്ത് താഴെ അങ്ങനെ പോയിക്കും. യാസിമേ, അല്ലോ ആനപ്പിണ്ടാവും. ആനപ്പിണ്ട. അയ്യോ, ആന കമ്പൊടിച്ചിട്ടേക്കുന്നുണ്ടാ. ഇതൊന്ന് കാണിച്ച. അതാണ്ടേ നിങ്ങളിവിടെ നേരത്തെ പറഞ്ഞ സ്ഥലത്തി കൊല്ലം ജില്ലയിലെ തേയില തോട്ടം. ഇത് താഴോട്ട് കാണിച്ചു തന്നു കഴിഞ്ഞാൽ ഇത് പക്ഷെ ഒരുപാടൊന്നും ഇല്ല കേട്ടോ, കുറച്ചൊക്കെ ഉള്ളെന്ന് തോന്നുന്നു. സംഭവം അടിപൊളിയാ, രസമുണ്ട്. എന്റെ മോനെ അതേണ്ട അടിപൊളി. ഇല്ല കേറി, ഇനിയുണ്ട് വഴി. പോയിനടാ, വീട്ടിൽ പോയിനടാ സന്ധ്യക്ക്. തേയിലെല്ലാം വെട്ടിക്കൊണ്ട് പോയി കേട്ടോ. ഇത് വെള്ളച്ചാട്ടം, ചെറിയ വെള്ളച്ചാട്ടം. കണ്ട ഞങ്ങളെ കൊല്ലം ജില്ലയിലെ തേയിലത്തോട്ട് നിങ്ങൾ കണ്ടോ സുഹൃത്തുക്കളെ? കണ്ടോ? നിങ്ങളിത് കാണുന്നുണ്ടോ? എന്നാ നിങ്ങൾ ഇങ്ങോട്ടൊക്കെ വരുന്നത്? ഞങ്ങൾ എന്നാ വന്നത്? വീണ്ടും വെള്ളച്ചാട്ടം, വെള്ളച്ചാട്ടം. സത്യമായിട്ട് ഈ റോഡ് എവിടെ പോയത് ഒരു പിടുത്തമില്ല. നല്ല രസമുണ്ട്. ഈ റോഡിന് ഒരു അന്ത്യമില്ലെന്നാണ് തോന്നുന്നത്. ഒരു പിടുത്തമില്ല എവിടെ ചെല്ലുന്നതെന്ന്. അയ്യോ എന്റെ പൊന്നു. പക്ഷെ ഉരുള് പൊട്ടാനൊക്കെ സാധ്യത കൂടുതലുള്ള ഏരിയ കേട്ടോ. മഴ പെയ്താൽ അല്ലാ, റോഡ് ഭയങ്കര മോശമാണ് കേട്ടാ. എന്റെ പൊന്നു, എടാ അങ്ങനെയല്ലടാ. റോഡെല്ലാം പോയേ. വീണ്ടും കയറ്റങ്ങൾ. എനിക്കറിയാമോ ഇതെവിടെ പോകുന്നു. ആനകളെ വരരുതേ. ഇതിലേക്കൂടെ KSRTC ബസ് ഇങ്ങനെ കയറി വരുമെന്ന് അറിയത്തില്ല. വേണാടുണ്ട്. സുഹൃത്തുക്കളെ, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? മലയും കാടെന്നും പറഞ്ഞ് ആനയുടെ മുമ്പിൽ ചെന്ന് ഇറങ്ങി കൊടുക്കല്ലേ. എനിക്കറിയാൻ വയ്യ പൊന്നു മോനെ ഇതെവിടെ ചെന്ന് ഇറങ്ങുമെന്ന്. പക്ഷെ ഇറങ്ങി വരുമ്പോൾ ഫുള്ള് ന്യൂഡിൽ ഇറങ്ങി തുടങ്ങല്ലോ. കുറച്ച് ലേൻഡർ തീരുന്നേ ഉള്ളു. കാഫിയൊക്കെ ഉണ്ട് കേട്ടോ. പ്ലാവൊക്കെ ഉണ്ട് ഒരുപാട്. അപ്പോ ഈ വഴി ഇനി വരല്ലേ, ആരും വരരുതേ. റോഡ് ഭയങ്കര മോശമാണേ.
പക്ഷെ ഫോണിൽ കൂടെ കാണുന്ന കണക്കല്ല, അല്ലാത്ത പൊളിയാണ് കേട്ടാ. എന്റെ മോനെ ആരും ഇല്ലെന്ന് തോന്നുന്നു, ആരും കേൾക്കാൻ പോകുന്നില്ല. എന്തോന്നൊരു പിടുത്തവും ഇല്ല. ആനയല്ല, കീന ഇരിക്കുന്ന അവിടെ. അടുത്ത വെള്ളച്ചാട്ടം. നല്ല മനോഹരമായ വെള്ളച്ചാട്ടങ്ങളാണ് നമ്മൾ കാണുന്നത്. ചെറിയ ചെറിയ ഇത് കാട്ടരുവികളാണ്. ഓരോ സ്ഥലത്ത് എത്ര കായം തോന്നി ചെടിയൊക്കെ വെച്ച് പിടിപ്പിച്ചേക്കുന്ന കേട്ടാ. നമ്മളിത് എവിടെ ചെന്നു? ഇത്രയും KCB ലൈൻ വലിച്ചിട്ടുണ്ട് കേട്ടോ. അതെങ്ങോട്ട് പോകാനാ? ഇതിനൊക്കെ നല്ലത് പൊന്മുടി പോലെയായിരുന്നു. മതിയായിരുന്നു. നമ്മൾ ഏകദേശമൊക്കെ എത്താറായിട്ടില്ല. പൈൻമരമൊക്കെ നിൽപ്പുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഇവിടെയൊക്കെ ചെടിയൊക്കെ വെച്ച് പിടിപ്പിച്ചാറാണ്. വണ്ടിക്ക് ശ്വാസം മുട്ടുന്നുണ്ട്. എൻ്റെ ചെവി കൂടി അടച്ചു. നിനക്കുണ്ടാ? എനിക്ക് എൻ്റെ ചെവി അടച്ചു തുടങ്ങി. ഇത്ര നല്ല സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു അവിടെ. ചുമ്മാ അല്ല കേട്ടോ ഓരോരുത്തർ റീൽസ് ചെയ്യുന്നത്, റീൽ ചെയ്തിട്ടുന്നത്. എൻ്റെ പൊളി 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 സ്ഥലം. ഇവിടെ എന്തെങ്കിലും ആയിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ആളും അനക്കൊന്നുമില്ല. അനങ്ങാതെ ഏതെങ്കിലും മരത്തിന്റെ മൂട്ടിൽ വണ്ടിയും വരുന്നതും കാത്തിരുന്നോളണം. വേറെ ഏതെങ്കിലും വണ്ടിയും വരുന്നതും കാത്തിരുന്നോളണം. ഇവിടെ ആളും അനക്കില്ല. ഇപ്പം വരുന്നു 2 ബൈക്കിൽ ആള് വരുന്ന. എത്തിയടാ ഇവിടം വരെ ഉള്ള. ഇതാ ഞാൻ റീൽസിൽ കണ്ട സ്ഥലം. ഇവിടം വരെ വണ്ടി പോകത്തോളൂ കേട്ടാ. KCB ഇവിടം വരെ വരത്തോളൂ. പക്ഷേ അല്ല, KSRTC ഇവിടം വരെ വരത്തോളം തോന്നുന്നു. അകത്തോടെ കയറി പോകാൻ പറ്റുമായിരിക്കും. ടിക്കറ്റ് എടുക്കണോ? അയ്യോ, ഇതെന്താണ് ഇനി കയറി വന്നത്? ചായ എന്തെങ്കിലും കുടിക്കാൻ വല്ല സൗകര്യം ഉണ്ടോ? എന്നാ വണ്ടിയാണ് ഒതുക്കി വെച്ചിട്ടോ. വണ്ടി സൈഡാണ് ഒതുക്കിയിട്ട് ചായ കുടിക്കാൻ വാ. അങ്ങനെ ഞങ്ങൾ എത്തി. ഇവിടെ ബൈക്ക് കൊണ്ട് കയറണമെങ്കിൽ 100 രൂപ കൊടുക്കണം. ഇവിടുത്തെ ബസ് സ്റ്റോപ്പ്. പിന്നെ അവന്തി വരുന്നു. തിരിച്ചക്കലോട്ടോ. സായ പറഞ്ഞു. അതെയാ? ലേറ്റായി നിനക്ക്? പറയണ്ടല്ലേ.
എന്നാൽ മധുരം കുറച്ച് പറഞ്ഞേക്കാം. നമുക്ക് താഴോട്ട് അയ്യോ പിള്ളേരെ കൊണ്ട് നിന്റെ മേളിൽ വരാൻ പറ്റത്തില്ല. വഴി മോശം, റോഡ് മോശം. നമ്മൾ പൊന്മുടി പോവാ. നാളെ വരുന്നാ പൊന്മുടി കയറുന്നാ വൈകിട്ട്. ഞങ്ങളിങ്ങനെ ചായയൊക്കെ കുടിച്ച് ഇവിടെ ഇങ്ങനെ നടക്കുക. രസമുണ്ടല്ലേ? ഗ്ലാസ് ഉണ്ട് വെച്ചേക്കുന്ന ഇലയുടെ മേളിൽ ഗ്ലാസ് ഉണ്ട് വെച്ചേക്കുന്ന. അയ്യോ അണ്ണാനെ കൊണ്ട് എടാ, മലയണ്ണാനെ കൊണ്ട്. ആ എവിടെയെങ്കിലും കാണും. നേരത്തെ മയിലിനെ കണ്ടില്ലേ? പക്ഷേ ഇത് അല്ലാതെ പൈസ കൊടുത്ത് കയറി വരാൻ വേണ്ടി 100 രൂപ കൊടുത്ത് കാറിന് 500. കാറിന് 500. അയ്യോ നല്ല ചടങ്ങത്തെ പാറ കയറിയിട്ട് ഇറങ്ങി പോകുന്നത്. ആ ജഡായി പാറയിൽ ഇത്ര നാളായിട്ട് അടുത്ത് കിടന്നിട്ട് അവിടെ നിന്ന് കയറാൻ പറ്റില്ല. ലോകത്തുള്ള ആൾക്കാർ മൊത്തം അവിടെ വന്ന് കയറിയിട്ട് ഇറങ്ങി പോന്ന്. നമ്മൾ അടുത്ത് കിടന്നിട്ട് നമുക്ക് ഇതുവരെയും കയറാൻ പറ്റിയിട്ടില്ല അല്ലേ? നമ്മക്കതിന് മാനമില്ല. ചായ തീർന്നു പോയി. പക്ഷെ ചായ കൊള്ളായിരുന്നു. അതുകൊണ്ട് കാപ്പിയൊക്കെ നിൽക്കുന്നുണ്ടാ? കാപ്പി തോറ്റ് ഇത് ആർക്കുള്ള വീട്ടിൽ നിൽക്കുന്നത് കണ്ടായിരുന്നു. കിളിക്കൊക്കെ ചെയ്യായിരിക്കും. മുറ്റേ കമ്പൗണ്ട് വെച്ച് കിളിപ്പിച്ചെടുത്താലും മതിയായിരിക്കും. അതൊക്കെ കിളിക്കൊക്കെ ചെയ്യും. അട്ടയുണ്ടേ, അട്ടയൊക്കെ ഉണ്ടാവും. കുഴപ്പമില്ല. എൻ്റെ കയ്യിൽ മറ്റേ പെർഫ്യൂം ഇരിപ്പുണ്ട്. എടുത്ത് ആടിച്ച് ഇതാക്കാം. അതോ ഇല്ല മറ്റേ വണ്ടി തോടാൻ നടക്കുന്നറിയ. മറ്റേ വണ്ടി അവിടെ നടക്കുന്നു. ഇത് പാട്ടത്തിന് കിടക്കുന്നതായിരിക്കും. പാട്ടക്കണക്കിന് എടുക്കുന്നത്. ഇത് ഗ്രാമ്പു. അത് തന്നെ ഗ്രാമ്പു. ഇതാണ് ജാനം. ഗ്രാമ്പു നോക്കട്ടെ. ഇലയിലുണ്ട്. ഉണ്ട്. ഓ ഇതങ്ങ് താഴെ പോകും കേട്ടോ. മറ്റേ അണ്ണന് പൈസയ്ക്ക് വേണ്ടിയാ മറ്റേ അണ്ണൻ പറഞ്ഞെന്ന് തോന്നുന്നു. അണ്ണ ചായ കുടിക്കാനുള്ള പൈസ വേണ്ടിയാ പറഞ്ഞത്. ഞങ്ങൾ നടന്ന് മുകളിലേക്ക് വന്നു. പോവാം നമുക്ക്. അങ്ങനെ ഞങ്ങൾ അമ്പനാടിന്ന് വിട പറയുകയാണ്. സുഹൃത്തുക്കളെ, വിട പറയുകയാണ്. അങ്ങോട്ട് ന്യൂട്ടിലിറങ്ങി പോയാൽ മതി കേട്ടാ. ഹെൽമെറ്റ് തരൂ. അത് പിടിക്കണോ? പോവാം നമുക്ക്. യാസിമേ പോവാടാ.
മയിൽ പീലി വിടർത്തിയില്ല, മയിൽ ആടുന്നത് കണ്ടില്ല, കാണിച്ചു തന്നില്ല. ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്ത് വെയിറ്റിംഗ് ഷെഡ് 2ാം ഡിവിഷൻ. ഇനി ഓടിക്കയറാൻ പറ്റത്തില്ല, ഇനി അച്ചൻകോവിൽ കയറി കഴിഞ്ഞാൽ ഓടിക്കയറാൻ പറ്റത്തില്ല. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് കഴുതുരുട്ടിയിലാണ് എത്തിയിരിക്കുന്നത്. കൊല്ലത്തുനിന്ന് വരുവാന്നുണ്ടെങ്കിൽ കഴുതുരുട്ടി ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് റോഡുണ്ട്. ആ റോഡ് കയറി കഴിഞ്ഞാൽ നമുക്ക് നേരെ അമ്പനാട് പോകാം.